ഹായ് ഇരിക്കും അത് പറയാം. ഹായ് എന്താ അല്ല ഞാൻ പുള്ളിക്കാരി വരുമ്പോൾ ഒന്ന് ട്രൈ നോക്കി ഇങ്ങനെ പറയണമെന്നുള്ള ബോറായിപ്പോയാ. നന്നായിരിക്കും. അല്ല നന്നാക്കാം. എനിക്കറിയാൻ പറ്റാത്ത അതിലൂടെ നീ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തെടുത്തത്? ഇതിനാണോ ഒളിയ ബുദ്ധിമുട്ട്? എടാ ഞാനൊരു ബിസിനസ് മാൻ ആണെന്നുള്ള കാര്യം നീ ഇടയ്ക്കിടയ്ക്ക് മറക്കുന്നുണ്ട്. എടാ ബിസിനസ് മാൻ ഐഡിയക്ക് പഞ്ഞുണ്ടോ? ഇല്ല. നന്നായി നിർത്ത്. കുറെ ആയല്ല തള്ളുന്നത്. കാര്യമല്ലേ ചോദിച്ചോളൂ. ഈഗോ അടിച്ചിട്ട് കാര്യമല്ല. ഇറ്റ്സ് എ ട്രൂ മാൻ. എനിക്കെന്തിനു ഈഗോ? നിനക്കതൊക്കെ അടിക്കും. എനിക്ക് ഈഗോ അല്ല. എൻ്റെ കാര്യമില്ല. നീ സെൽഫിഷാണ്. നീ ഭയങ്കര സെൽഫിഷാണ്. നീ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇത് കാണിക്കൂല. നീ ഇല്ല മനസ്സിലായില്ലെന്ന്. അതെ എടേ നമ്മൾ ഒരുമിച്ച് നടന്ന് അല്ലേ, ഒരുമിച്ച് പഠിച്ച്, ഒരുമിച്ച് ഓരോ സ്ഥലങ്ങളിൽ കറങ്ങാൻ പോയി, ഒരുമിച്ച് ബാറിൽ പോയിരുന്ന് ബിയർ അടിച്ച്, അത് എൻ്റെ ചെലവിൽ. എന്നിട്ട് അവസാനം എന്തേലും ആവട്ടെ, നിൻ്റെ ചെലവിലേക്ക് നിൻ്റെ ചെലവിൽ അവസാനം കല്യാണം കഴിക്കുന്ന സമയമായപ്പോഴത്തേക്ക് നീ കറക്റ്റ് സമയത്ത് കെട്ടാൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്തിട്ട് നീ അങ്ങ് നടന്നു. എന്നെ ഒരുമാതിരി വലിപ്പിക്കണ പരിപാടിയല്ലേടാ അത്. ചുമ്മാ പറടാ. നാട്ടുകാർ കേട്ട വേറെ വല്ല വിചാരിക്കും. നീ ചുമ്മാ ഇരി. നാട്ടുകാരായിട്ട് എനിക്കെന്ത് പലതും വിചാരിക്കട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. അല്ല നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എടാ ഞാൻ ചാരുമായിട്ട് റിലേഷൻഷിപ്പിലായെന്ന് പറഞ്ഞതിന് ശേഷമാണ് നിൻ്റെ കാര്യം ഞാൻ അറിയണത് അവന്തിയായിട്ടുള്ളത്. എന്നിട്ട് നീ കാര്യത്തോട് എടുത്തപ്പോഴത്തേക്ക് അവളെ സെറ്റാക്കി അവളെ കല്യാണ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളായിട്ട് നീങ്ങി അങ്ങ് പോകണം. ഞാനിപ്പോഴും വലിച്ചിരിക്കുന്നത് ഇവിടെ. എൻ്റെ പൊന്നാളെ നീ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. എടാ എനിക്ക് ഈ ലവ് ട്രാക്ക് വർക്കാവത്തോണ്ടാണ് ഞാൻ ഈ ഫാമിലി ട്രാക്ക് പിടിച്ചത്. നീ അതേപോലെ ഫാമിലി ട്രാക്ക് പിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഇതാക്കി പോ. നീ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാതെ. നീ എന്തോന്ന് മണ്ടത്തിലോടാ മണ്ട പറയണത്. ഫാമിലി ഇല്ലാത്ത അവളെ ഓർഫൻ അല്ലേ അവള്. പിന്നെ ഞാൻ എവിടെ കൊണ്ടിട്ട് ഫാമിലി ട്രാക്ക് പിടിക്കാണ്ടേ എന്തോന്നൊക്കെ പറയണ. അത് ഞാനങ്ങ് മറന്നു. നീ അപ്പോൾ ഒരു കാര്യം ചെയ്യ്, നീ ഇരുന്ന് ചിന്തിക്കുക. നിനക്ക് ഐഡിയ ഒന്നും വരാതിരിക്കത്തില്ലടാ. എനിക്ക് ഐഡിയ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ഐഡിയ ചോദിച്ചത് നിൻ്റെ അടുത്ത്. ഒരു ഐഡിയ നിന്റെ കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാനെന്ത് പറയാൻ? ഇവിടെ നീയല്ലേ പറഞ്ഞത് നിൻ്റെ ഒരു ലോഡ് ഐഡിയ കുഞ്ഞുകൂടിയിരിക്കണമെന്ന്. എടാ ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല. ഞാൻ 2 ദിവസം കഴിഞ്ഞ് പറയാം. കൺഫ്യൂസ് ആക്കാം. പെട്ടെന്ന് തന്നെ വേണം. ഇല്ല കാണാൻ വന്നിരിക്കുകയാണ്. കൺഫ്യൂസ് ആക്കാതെ. ചുമ്മാരി എനിക്ക് കൊടുക്കാറുണ്ട്. പിന്നെ നീ എന്തിനു മുണ്ടെടുത്തോണ്ട് കഷ്ടപ്പെട്ട് കൊടുത്തോണ്ടെന്ന് ചുമ്മാരി വീട്ടുകാരെന്ന് പറഞ്ഞിട്ട് ഐഡിയ പറഞ്ഞു നീ. എടാ ഞാൻ പറഞ്ഞുതരാം. നീ മുണ്ടിന്ന് കൈയിടാ. പെട്ടെന്ന് പറഞ്ഞു. ആൾക്കാർ കാണൂടാ. അതിരിക്കട്ട് നീയാണ് ഈ പെണ്ണുകളെ വരുന്നത് നമുക്കറിയാമോ? അല്ല ഇറ്റ്സ് എ സർപ്രൈസ് മാൻ. പെട്ട് നില പൊട്ടും. അതെന്ത്? എടേ എന്നെ അവക്ക് ഇഷ്ടമില്ല. ആര് പറഞ്ഞു? ആര് പറഞ്ഞെന്നാ? എടാ അവക്ക് എന്നെ ഇഷ്ടമാണ്. നീ അന്ന് കണ്ടില്ലേ ദീപാവലിക്ക് നമ്മൾ ഈ കൊരപ്പും കമ്പിത്തിരിയും ഇതെല്ലാം വെച്ച് നിൽക്കുന്നത്? നീ കണ്ടതല്ലേ ഇതൊക്കെ? എടാ നിന്നെ അവക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ അവൾ ഈ പെണ്ണ് കാണാൻ സമ്മതിച്ചത്. എടാ നീ ശരിക്കും പൊട്ടനാടാ. എടാ ഞാനായോണ്ടല്ലേ അവള് പെണ്ണ് കാണാൻ സമ്മതിച്ചത്. എടാ മരമണ്ട, നീയാണ് വരുന്നതെന്ന് അവക്ക് അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ടല്ലേ അവൾ ഈ പെണ്ണ് കാണാൻ സമ്മതിച്ചത്. അതല്ലേ പൊട്ടൻ കാര്യം. അതാണ് പറഞ്ഞ വലിച്ചെന്ന് വന്നിരിക്കുകയാണ് മുണ്ട് കൊടുത്തുകൊണ്ട്.